അല്ല അനിതേച്ചി എന്താ ടെൻഷനോട് കൂടി വരിക എന്ന് പറഞ്ഞേ? അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നാണോ? ചേച്ചി ചേച്ചി ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയാൻ. എന്താടി? വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? എന്താ എന്താ ചേച്ചി? അതെ ചേച്ചി, വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറ. നമുക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളില്ലേ, അത് പ്യൂരിറ്റി കുറഞ്ഞ ആഭരണങ്ങളാ. അത് വാങ്ങിക്കാൻ പോലും ആരും തയ്യാറാവില്ല. പണ്ട് കാലത്ത് ചെമ്പ് ചേർത്തുണ്ടാക്കുന്ന ആഭരണങ്ങളാണത്രേ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? പണ്ട് കാലത്തെ ആഭരണങ്ങൾക്ക് ഇന്നും മോഹവിലയാ. അതിന്റെ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി. ഇത് പക്ഷെ അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് തനി തങ്കത്തിൽ തീർത്ത ആഭരണങ്ങൾക്ക് ചേച്ചി പറഞ്ഞ പോലെ വലിയ ഡിമാൻഡൊക്കെയാ. പക്ഷേ ഇത് ആ ഗണത്തിൽപ്പെട്ടതല്ല ചേച്ചി. അതെ ചീരു, ദയ ആ സ്വർണം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ ധനേട്ടൻ പറഞ്ഞത് അത് മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണെന്ന്. അയ്യോ, ഇപ്പൊ ഞങ്ങള് സ്വർണ്ണപ്പണിക്കാരനെ കാണിച്ചപ്പോ അയാൾ ഉരച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഇത് പഴയ കാലത്തെ സ്വർണ്ണാഭരണമാണല്ലോ. തറവാട്ടിലെ പഴയ ഉരുപ്പടിയാ. ഇതിന് മാറ്റ് തീരെ കുറവാണ്. ഇത് ഉരുക്കി പുതിയതുണ്ടാക്കാൻ നോക്കിയാ അധികം സ്വർണ്ണമൊന്നും കിട്ടില്ല. ഈശ്വര, അയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. ചേച്ചി എന്താ അത് അത് പിന്നെ ദേ എന്താ കാര്യം പറ ചേച്ചി. പറയാം. ഇന്ന് ക്യാഷ് എടുക്കാൻ വരുമെന്ന് ബാങ്കിൽ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇത്രയും തുക ഒരുമിച്ചെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാ. ചിലപ്പോൾ ബാങ്കിൽ ക്യാഷിനും ചെറിയ ഷോർട്ടേജ് കാണും. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. അവിടുത്തെ മാനേജർ അങ്ങോട്ട് ഒരു പരിചയക്കാരനാ. ചിലപ്പോ ക്യാഷ് എടുത്ത് വന്നോണ്ടിരിക്കുമായിരിക്കും. അതാ അങ്ങള് ഫോൺ എടുക്കാത്തത്. ശരിയെന്നാ നിങ്ങൾ ഇരിക്കും. ഏട്ടന്റെ കൂടെ നിനക്കും കൂടി പോകായിരുന്നു. ഇത്രയും പണം കൊണ്ടുവരേണ്ടതല്ലേ? മാമനല്ലേ ഒറ്റക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. ലേറ്റ് ആവുമെങ്കിൽ അങ്ങേർക്കൊന്നും വിളിച്ച് പറഞ്ഞൂടെ? അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ ഫോണെങ്കിലും എടുത്തൂടെ? അതാ വിനയ എന്റെ പേടി. ഏട്ടൻ ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കില്ല. വഴിയിൽ എന്തെങ്കിലും പ്രശ്നം. എന്ത് പ്രശ്നം? മാമൻ എന്താ കൊച്ചു കുട്ടിയോ? ലോകം കുറെ കണ്ട ആളല്ലേ. 8 ലക്ഷമല്ല 8 കോടിയാണെങ്കിലും മാമൻ ഒറ്റക്ക് പോയി എടുത്തോണ്ട് വരും. സ്വന്തം ചേട്ടനല്ലേ? അല്ലേ? ഏട്ടനാണോ വിനയ? അല്ല, ചീരുവാ. ഇവിടെ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ലെന്ന് ചോദിക്കാനായിരിക്കും. അവൾക്ക് ആകാംക്ഷ കാണില്ലടാ. നീ എടുത്ത കാര്യം പറ. ഹലോ വിനയേട്ട, എന്തായി? എടീ, മാമൻ ക്യാഷ് എടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. ഞങ്ങളിവിടെ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാ. മാമൻ വന്ന ഉടനെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് താക്കോലും വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് വരും. ഓക്കെ? വിനയേട്ട, വെക്കില്ലേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ? ശരി, തൽക്കാലം നീ ഇത് ആരോടും പറയാനും നിൽക്കണ്ട. ദയോടും പറഞ്ഞേക്ക്. ഇതൊക്കെ പുറത്തറിഞ്ഞ അവനവന്റെ തറവാടിന് തന്നെയാ നാണക്കിടന്ന്. അത് ഞാൻ പറഞ്ഞോളാം. പക്ഷെ അങ്കിളിനെ ഇത് അറിയിച്ചില്ലെങ്കിലേ നമ്മൾ അദ്ദേഹത്തെ ചതിച്ച പോലെ ആവില്ലേ വിനയേട്ട? എന്ത് ചതി? ഈ സംഭവം ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നീ വെറുതെ രക്ഷപ്പെടാൻ കിട്ടിയ ചാൻസ് ഒന്നും തട്ടിക്കളയലേ ചിരും. അതല്ല വിനയേട്ട, നമ്മളെ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത അങ്കിളിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചിരു, നിന്റെ ആരുമല്ലല്ലോ, എന്റെ മാമനല്ലേ. നീ ഇത് അറിയുന്നതിന് മുമ്പ് ഷോപ്പിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നെങ്കിലോ? സൈൻ ചെയ്തില്ലല്ലോ വിനയേട്ടാ. നമുക്ക് ആരെയും പറ്റിച്ചൊന്നും നേടണ്ട.
മിണ്ടാതെ അവിടെ ഇരുന്നോ കേട്ടല്ലോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. അങ്കിളിപ്പോ വരും, ഫോണ് വെക്ക്. വിനേട്ട വെക്കില്ല, ഞാൻ പറയുന്നത് കേക്കും. എന്താടാ ആ, ചീരു എന്താ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അവൾക്ക് അമ്മയെ പോലെ തന്നെ മാവൻ ക്യാഷുമായി വരാത്തതിന്റെ ടെൻഷനാ. ഞാനേ ഒന്നുകൂടി മാവനൊന്ന് വിളിച്ചു പോട്ടെ. അമ്മ എന്തിനാ പുറത്തു വന്ന് നിൽക്കുന്നേ? അത് കയറിയിരിക്കേ. എ സി ഇല്ലേ? പുറത്ത് ചൂടല്ലേ? വാ കയറി. ആ സ്വർണത്തിന്റെ മാറ്റ് കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. വിനയന്റെ മാമൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ആ, അദ്ദേഹത്തിന്റെ മകള് കാനഡയിൽ നിന്ന് വരുമ്പോഴേക്കും പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് കൊടുത്താൽ മതിയല്ലോ. വിനേട്ടൻ അങ്ങനെ ഒരു മാമനുണ്ടായത് നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും ഈ ചതിക്ക് തറവാട്ടിലുള്ളവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. അതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ തയ്യേ. തൽക്കാലം നീ എടുത്തിയടി ഒന്നിനും പോകണ്ട. അതെ, എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ മതി. ശരി, പോവാം. കേറാൻ ചേച്ചി. ശരി ചീരു. ചേച്ചി പോയിട്ട് വരാം. ശരി ശരി, ചെന്നിട്ട് വിളിക്കാവേ.